കോഴിക്കോട് കൊണ്ട് ഞാൻ പാട്ടുണ്ട്. കൽബിൽ തേനൊഴുകണ കോഴിക്കോട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു കമ്പോസിഷൻ ചെയ്യുന്നത് ഒരു നമ്മൾ വർത്താനം പറയുന്ന സ്ലാങ്ങിൽ ഒരു പാട്ട് ചെയ്തു. അതെനിക്ക് ഭയങ്കര പുതുമയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരാളിപ്പോൾ തൃശ്ശൂർക്കാരൻ സംസാരിക്കുകയാണ്. ഓക്കെ, എൻ്റെ അച്ഛൻ്റെ ഞങ്ങളുടെ തറവാട് തൃശ്ശൂരാണ്. അപ്പോൾ എനിക്ക് സ്ലാങ് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ കമ്പോസ് ചെയ്ത് ഒരാൾ എന്തുണ്ടാക്കടാ എന്തുട്ടത് എന്തുണ്ടാക്കടാ എന്തുട്ടത് ആ മുട്ട പൊട്ടി മേപ്പട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി ഇപ്പിട്ടോ. ഇതാണ് എൻ്റെ ട്യൂൺ. അത് ചെറുതായിട്ടൊന്ന് എന്തുണ്ടാക്കടാ എന്തുട്ടത് എന്തുണ്ടാക്കടാ എന്തുട്ടത് അമ്മിട്ട പൊട്ടി മേപ്പട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി ഇപ്പോട്ട വന്നു എന്തുണ്ടാക്കടാ എന്തുട്ടത് ഞാൻ അതിനെ എഴുതി. പറയുന്ന വാക്ക് തന്നെയാണ് ട്യൂൺ. തൃശ്ശൂർക്കാർക്ക് ഒരു ട്യൂണുണ്ട്. ഒരു ഡാ എന്നുള്ള വാക്ക് തന്നെ പല സ്ലാങ്ങിൽ പറയുമ്പോൾ പല അർത്ഥം തോന്നുന്ന ഒരേ വാക്കിന് പല ഇമോഷൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് തൃശ്ശൂർ സ്ലാങ്. നമ്മൾ ഇന്നസെൻ്റെക്കെ അറിയാമല്ലോ. ഡാ ഡാ എന്ന് പറഞ്ഞാൽ പല പല ഡാ ഉണ്ട്. ഒരു ഡാ പല പല ഡാ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആ ട്യൂൺ അങ്ങനെയുണ്ട്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തൊരു പാട്ടാണ്. ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? എൻ്റെ എല്ലാ പാട്ടുകളും ഞാൻ തന്നെയാണ് ആദ്യം പാടുന്നത്. അതെന്താ വെച്ചാൽ ഞാനേ പാടുള്ളൂ. വേറെ വഴിയില്ല. കമ്പോസ് ചെയ്യുമ്പോൾ ഞാനല്ലേ പാടുന്നത്. അപ്പം ഞാൻ പാടുമ്പോൾ സംടൈംസ് ഞാൻ പാടിയ നന്നായിരിക്കും എന്നുള്ളൊരു മ്യൂസിക് കമ്പോസർ എന്നുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള മ്യൂസിക് കമ്പോസർക്ക് തോന്നുകയാണ് ഇത് ഞാൻ പാടിയ നന്നാവെന്ന് തോന്നുന്ന പാട്ടുകളൊക്കെ ഞാൻ വെക്കത്തുള്ളൂ. അതേസമയം എനിക്ക് ഞാൻ പാടിയ നന്നാവില്ല, എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ഒരു ഫീൽ കിട്ടുന്ന ഏത് വേറെ സിംഗേഴ്സിനാണ് നമ്മൾ ഉപയോഗിക്കും. കൂടുതലും ഞാൻ പാടാതിരിക്കാനാണ് ശ്രമിക്കുക. ഞാൻ മാറി നിൽക്കുക. ആസ് എ കമ്പോസർ ഞാൻ മാറി നിൽക്കും. എന്നിട്ട് ഞാൻ ആലോചിക്കും ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ പാടിയതിനേക്കാളും നന്നായിട്ട് വേറെ ആൾക്കത് പാടിയ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുന്നില്ല, ഞാൻ കൊടുക്കുന്ന ടിഞ്ച് എന്നാ വേണം എനിക്ക് തോന്നുന്ന പാട്ടുകൾ മാത്രമേ ഞാൻ ഇപ്പോൾ പിന്നെയും കാണുമ്പോൾ ഞാൻ മൈക്കിൻ്റെ ഉള്ളിൽ കയറി പാടിയിരിക്കുന്നു. ഈ ബന്ധത്തിൻ ബലമായി നീ അറിയാതെ അലിഞ്ഞു നീ എന്നെഞ്ചിൽ അറിയാതെ ചേർന്നു ഇത് ഞാനാ പാടിയിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ പാടാൻ വേറെ ആർക്കും എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല. ആ ടൈം ഫ്രെയിമിനുള്ളിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ തന്നെ പാടില്ല നല്ലതുണ്ട് അത് വെച്ചതാണ്. ഞാൻ തന്നെ പാടി അങ്ങ് പാടിപ്പോയത്. എനിക്ക് വേണ്ട ഫീൽ ഞാൻ പാടിയിട്ടു. ആ സമയത്ത് ആ കൊടുക്കേണ്ട ടൈം ഫ്രെയിമിനുള്ളിൽ എനിക്ക് ഡെലിവറി ചെയ്യേണ്ട ടൈം ഫ്രെയിമിനുള്ളിൽ എനിക്ക് വേറെ സിംഗർ കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് ആ പാട്ട് അങ്ങനെ ഇറങ്ങുന്നത്. ഇപ്പൊ കണ്ണും ചിമ്മി കാണും കനവാണി ബാംഗ്ലൂർ ഞാൻ പാടിയ പാട്ട്. അത് ഞാൻ പാടിയ പാട്ട്. അതുപോലെ തിത്ലി ആ പാട്ട് ശശികരനോട്ട് ഞാൻ തന്നെ ഓർക്കസ്ട്രേഷൻ ഞാൻ തന്നെ പാടിയ പാട്ട്. അത് അവർ എൻ്റെ വോയിസ് എടുത്തുകൊണ്ട് പോയി ട്രാക്ക് പോലെ പാടിച്ചാണ് അത് ഫൈനലായി. ഷാരൂഖ് ഖാനാണ് ലിപ്പ് ചെയ്യുന്നത് ചെന്നൈ എക്സ്പ്രസ്. ഇതെല്ലാം സംഭവിക്കുന്നതാണ്, നമുക്കറിയില്ല. അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോയി. ഹൗസ് ഓഫ് സണ്ണിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അത് ഭൂമി പ്രപഞ്ചങ്ങളെ മതം പുലരുമ്പം മുരുട്ട് ആ പാട്ടിലാണ് ആദ്യമായിട്ട്. അന്ന് ഞാൻ വളരെ കൊച്ച, എൻ്റെ വോയിസൊക്കെ തിൻ വോയിസ് ഇറങ്ങി. എനിക്കിപ്പോൾ 18 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാൻ പോവുകയാണ്. 2 വരി പാടിപ്പിച്ച് ഇന്ന് മ്യൂസിക് ഡയറക്ടർ കഴിവ് തെളിയിക്കും. മ്യൂസിക് ഡയറക്ടറാണ് കഴിവ് തെളിയിക്കും. അതെ എനിക്ക് പിന്നെ കഴിവില്ലല്ലോ, അത് തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ബാത്റൂം സിംഗേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയാണ് ഞാൻ. അപ്പൊ ഞങ്ങൾക്ക് ഇത് പുറത്തു പാടാൻ അറിയില്ല. പക്ഷെ ഏറ്റവും വലിയ ആരാധകർ എന്ന് പറയുന്നത് ഞങ്ങളാണ്. അപ്പൊ ആരാധകർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ പ്രതിനിധിയായിട്ട് പാടുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പാടണം, ട്യൂൺ പാടിത്തരും. പഠിക്കോ അതിനെ 2 പ്രാവശ്യം പഠിക്കുള്ളൂ. ഓക്കെ, അടുത്ത വരി ഇപ്പൊ 2 ഫ്രേസ് ഒരുമിച്ച് പാടാം. തനന താനന തനന താനന തനന താനന പഠിക്കൂ. തനന താനന തനന താനന തനന താനന. ഓക്കെ, തനന തന തനന തന തനന തന തന പഠിക്കോ.
തനനാന തന തനനാന തന തനനാന തന തനനാ. പെർഫെക്റ്റ്, അടിപൊളി. ഇപ്പൊ പാടിയത് കുടുംബഞ്ചോല വിഷം എന്ന് പറഞ്ഞ പടത്തില് ബാസി പാടാൻ പോകുന്ന പാട്ടിന്റെ ട്യൂണാണ് നിങ്ങളിപ്പോ പാടിയത്. ഓ അത് പൊളി. അപ്പൊ ഇത് പുറത്തു വന്നിട്ടില്ല? ഇല്ല. ഓ കുഴപ്പമില്ല, ലിറിക്കില്ലല്ലോ. ആ അതുകൊണ്ട് ഇപ്പൊ ട്യൂൺ മാത്രം. അടിപൊളി. ഈ ട്യൂൺ ആരും മോഷ്ടിക്കരുത്. മോഷ്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ തന്നെ വേറെ ട്യൂൺ കിട്ടും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ട്യൂണിന്. നന്നായി പാടുന്നുണ്ട്. ഗ്രേറ്റ്. അത് ചുമ്മാ കളി പറഞ്ഞതാണ്. എനിക്കൊരു വരി പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. അതെന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞു തരണം. എനിക്ക് പറ്റാത്ത കാര്യമാണ്, പക്ഷെ ആഗ്രഹം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരും ട്രോളാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ ക്രിയേറ്ററുടെ മുമ്പിലല്ലേ ഞാൻ ഇരിക്കണം എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഹാർട്ട് ബീറ്റ് കൂടി ശരിയാക്കട്ടെ. റിലാക്സ്. ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ. ഓക്കെ, ഇത് താളത്തിലായാൽ മതി. ഇപ്പൊ പാടിയതിലെ ഫ്രേസ് എല്ലാം ഉണ്ട്, ഇതൊന്ന് താളത്തിലാക്കണം. ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ. ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ നിമിഷ ചഷകത്തിന് ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് തോന്നിയ രീതി ഗ്യാപ്പ് എടുക്കാൻ പറ്റത്തില്ല. അതിനൊരു താളമുണ്ട്, അതിന്റെ ഉള്ളിലോട്ട് ഇത് കൊണ്ടുവരണം. അതാണ് ജോലി, അതാണ് ടാസ്ക്. അതാണ് ഗോപിച്ചേട്ടൻ ടാസ്ക്. അതാണ് ടാസ്ക്. ഓക്കെ, അത് നിങ്ങളോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ടാസ്ക്. ഒന്നുകൂടി പാടി, ഇത് പാടാൻ പോകുന്നില്ല. ഇതിപ്പോ എനിക്കുള്ള ടാസ്ക്. ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ. സ്മൃതികളാൽ നിറയുമിവിടെ. ഗ്യാപ്പുണ്ട്. ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ. പെർഫെക്റ്റ്. ഇപ്പൊ ഇതിന് ഭാവം അതിഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. താളമില്ല, താളം മാത്രം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇതിപ്പോ കൊണ്ടുപോയി ഒരു എപ്പിസോഡ് പോകുന്നത്. നന്ദിയുണ്ട് രാജാവേ. അപ്പോ ഇത്രയും സഹകരിച്ചത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. ഇങ്ങനെ സഹകരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് ഇന്റർവ്യൂ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മാത്രമല്ല, നിങ്ങൾ പാടുന്ന നിങ്ങൾ സൗണ്ട് രസമുണ്ട്, ഭാവം അറിയാം. സീരിയസ് ആയിട്ട് പറഞ്ഞ യു നോ ദ ഇമോഷൻസ് കറക്റ്റ്ലി. അതൊരു വലിയ കാര്യമാണ്. എല്ലാവരും കൊണ്ട് പാട്ട് പഠിക്കുന്ന പറഞ്ഞില്ലേ, ഈ പാട്ട് പഠിക്കുന്നവർ വെറുതെ പാടുന്നതല്ല, അവർ ഭാവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. താളത്തിന്റെ കറക്ഷൻ വന്നു, കുറച്ച് ശ്രുതിയുടെ പ്രശ്നങ്ങളൊക്കെ വരാം, പക്ഷെ എന്നാലും ശ്രുതി നന്നായിട്ട് പാടി. ഇതൊക്കെ കമ്പ്യൂട്ടറിന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഒരു സോഫ്റ്റ്വെയറിന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യമാണ് ഭാവം. അതുണ്ടായാൽ മതി. അത് നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ട്. പരിപാടി വിജയിച്ചു, നമ്മൾ അറിഞ്ഞില്ല. സക്സസ്. ബാത്റൂം സിംഗേഴ്സിന് എന്തായാലും അഭിമാനിക്കാം. നിങ്ങൾ തുടർന്ന് പാടി, നമ്മളാണ് യഥാർത്ഥ ആരാധകര്. അപ്പോ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇപ്പോഴും ഞാൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, തുടരുന്ന പാട്ടുകളാണ്. ചില പാട്ടുകളൊക്കെ ഇപ്പോൾ വിദ്യാജിയുടെ ചില പാട്ടുകളൊക്കെ നമ്മൾ തലക്കകത്തുണ്ട്, അതൊരിക്കലും നമ്മൾ മിസ് ചെയ്യില്ല. അയ്യോ, അത് അഡിക്ഷൻ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് അഡിക്ഷൻ. വേർഷൻ പോലും അതുപോലെ ഇരിക്കുന്നൊരു അത് ആ ഒരു സുഖമല്ലേ, അത് നമ്മൾ കേട്ടോണ്ടിരിക്കും. അതുപോലെയാണ് ഒരു മെഴുതിരിയുടെ എനിക്ക് ആസ് എ കോമൺ ഓഡിയൻസ്. അടിപൊളിയാണ്. അപ്പം ഇനിയും അതേപോലുള്ള 1000 പാട്ടുകൾ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ അതൊക്കെ ആവർത്തിച്ച് രാത്രികളിൽ കേൾക്കും. അതെ, തീർച്ചയായും സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ, നല്ല നല്ല മലയാള സിനിമകൾ ഉണ്ടാവട്ടെ. നന്ദിയോട് സംസാരിച്ചതിൽ താങ്ക് യു. ഔസുബിൻ സാറ് എന്നെ പറയുന്നുണ്ടായിരുന്നില്ല ഇന്റർവ്യൂവിൽ, ജനീഷ് ആള് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഞാനും വളരെ കംഫർട്ടബിൾ ആണ്. ഒരുപാട് സന്തോഷം. ഇതിങ്ങനെ തുടരട്ടെ, ഒരുപാട് ഇന്റർവ്യൂകൾ വരട്ടെ, ഇങ്ങനെ വളരെ ഡീസൻ്റ് ആയിട്ട്, എന്താ പറയുക, വളരെ എന്താ പറയുക, കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ്. ഞാൻ തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഏകദേശം 2.5 വർഷം 3 വർഷത്തോളമായി ഇന്റർവ്യൂ കൊടുത്ത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ, പണ്ടത്തെ കാലങ്ങളിൽ ഇൻ്റർവ്യൂ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അച്ചീവ്മെൻറ്റ് പോലെയായിരുന്നു. ഇപ്പോൾ ദൂരദർശൻ നമുക്കൊരു ഇൻ്റർവ്യൂ വരുമ്പോൾ, അച്ഛൻ പറയും മോൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് ഒന്ന് കാണണം. അങ്ങനെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, അതിൻ്റെ വാല്യൂ എന്തൊക്കെയോ കുറഞ്ഞ പോലെ തോന്നുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ ചില ഇൻ്റർവ്യൂകൾ നിങ്ങളെപ്പോലുള്ള കണ്ടന്റ് ഓറിയൻ്റഡ് ആയിട്ട് മ്യൂസിക്കിനെ സ്നേഹിച്ച്, അല്ലെങ്കിൽ ഏത് വിഷയമാണോ കൈകാര്യം ചെയ്യുന്നത് അതിനെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് നന്ദി. ഓ, താങ്ക് യു. കോംപ്ലിമെന്റ് കിട്ടി.